നാളെ ഒരു സമയത്ത് ഒരു സുനാമിയോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കാൻ പോകുന്നത് നമ്മുടെ ഇവിടുത്തെ ജനങ്ങളാണ്. ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്താണ് നീണ്ടകരയിലെ പെഡസ്ട്രിയൽ അണ്ടർപാസ് വരാൻ പോകുന്നത്. നമ്മുടെ നീണ്ടകരയിലെ ജനങ്ങളും വികാരി അച്ഛനും ഉൾപ്പെടെയുള്ള എല്ലാ ജനപ്രതിനിധികളും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പെഡസ്ട്രിയൽ അണ്ടർപാസ് ഇവിടെ വരുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാനുണ്ട്. ഇത് ഒരിക്കലും നീണ്ടകരയിലെ ഒരു കരയുടെ മാത്രം ആവശ്യമല്ല, ഇത് നീണ്ടകര മുഴുവൻ്റെയും ആവശ്യവും അവകാശവുമാണ്. നാളെ ഒരു സമയത്ത് ഒരു പ്രകൃതിക്ഷോഭം ഉണ്ടായാൽ ഞങ്ങളുടെ ജനങ്ങൾക്ക് ഓടി സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിലോട്ട് മാറണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പെഡസ്ട്രിയൽ അണ്ടർപാസ് ഇവിടെ വന്നിരിക്കണം. പ്രകൃതിക്ഷോഭത്തിന്റെ ഇടയിൽ കുറച്ചും കൂടെ ദൂരെ ഓടിപ്പോയി കറങ്ങി വരുന്നത് പോസിബിൾ അല്ല, അല്ലെങ്കിൽ വീട്ടുകാരെ കൂടെ കറങ്ങുന്നത് പോസിബിൾ അല്ല. തൊട്ടടുത്ത് നടക്കുന്ന ജനങ്ങൾക്ക് എത്രയും പെട്ടെന്ന് സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്തോട്ട് മാറണമെന്നുണ്ടെങ്കിൽ പെഡസ്ട്രിയൽ അണ്ടർപാസ് വരണം. നീണ്ടകരയിലെ മാത്രം വോയിസ് അല്ല, എല്ലാ ജനങ്ങളും ഇതിനെക്കുറിച്ച് ചിന്തിക്കണം. ഈ ഹൈവേ ക്രോസ് ചെയ്ത് പോകുന്ന തീരദേശം വഴി പോകുന്നുണ്ടെങ്കിൽ, അല്ലെ തീരദേശത്തിനോട് ചേർന്ന് പോകുന്നുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തെയും ജനപ്രതിനിധികൾ ഈ ഒരു വീഡിയോ കണ്ട് ഉറപ്പായിട്ടും അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഒരു പ്രകൃതിക്ഷോഭം വന്നാൽ എസ്കേപ്പ് ചെയ്യാനായിട്ടുള്ള എല്ലാ വഴികളും തുറന്നു വിടണം. ഒരു കൂട്ടം ജനങ്ങളുടെ മരണത്തിന് വിട്ടുകൊടുക്കലല്ല നിങ്ങൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അവരെ സുരക്ഷിതരാക്കാനായിട്ടുള്ള എല്ലാ വഴികളും തുറന്നിട്ടിട്ട് വേണം കൺസ്ട്രക്ഷൻ മുമ്പോട്ട് പോകാൻ. ജനങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്നതാണ് ഗവൺമെന്റ് തീർച്ചയായിട്ടും ഈ വക കാര്യങ്ങളൊക്കെ പഠനം നടത്തി വേണം കൺസ്ട്രക്ഷൻ മുമ്പോട്ട് കൊണ്ടുപോകാൻ. അവിടെ എത്തുന്നതിന് മുമ്പേ കടൽ വരികയാണെങ്കിൽ ചത്തുപോയാണ്. ഇത്രയും പേര് എങ്ങനെ ഇവിടെ ഓടി രക്ഷപ്പെടും? നീണ്ടകരയൊക്കെ രണ്ടായി പോകും. ഇവിടെ നീണ്ടകര ആരും ഹാർബറിൽ പോകുന്നില്ല, പള്ളിയിൽ പോകുന്നില്ല. എല്ലാവരും അവിടെ പോകുന്നത് തെക്കും ഭാഗത്ത് പോകുന്നെല്ലാം പോകുന്നു. അവർക്ക് നീണ്ടകര പള്ളിയിൽ പോലും വരാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാ? ഞങ്ങൾക്ക് അടിപ്പാതമാണ്. ഞങ്ങൾക്ക് സുരക്ഷിതമായിട്ട് ഞങ്ങൾക്ക് റോഡ് ക്രോസ് ചെയ്യണം, കാര്യങ്ങൾ ചെയ്യണം, എല്ലാം വേണം. പ്രളയത്തിന് നമ്മൾ ചില കൂടുതൽ സമയത്ത് ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് ആക്സിഡന്റ് ഉണ്ടാവാം, മരണം വരെ സംഭവിക്കാം. പക്ഷേ ഇതാകുമ്പോൾ നമുക്ക് സുരക്ഷിതമായിട്ട് നമുക്ക് ഓടിയോ അല്ലെങ്കിൽ നടന്നു പോയോ സുരക്ഷിതമായിട്ട് എവിടെയെങ്കിലും പോയി സ്റ്റാൻഡ് ചെയ്യാം.